ഹായ് ഫ്രണ്ട്സ്, ഹോം ലിറ്ററൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ 1-2 വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷമുള്ള കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് 2 ഗസ്റ്റും ഉണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മായി ആയിരുന്നു. ഉപ്പാക്ക് നേരെ പെങ്ങന്മാരൊന്നുമില്ല, ഉമ്മാൻ്റെ ആങ്ങളുടെ മക്കളാട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ വരലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓലും ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് നോമ്പ് തുറക്കാൻ. ഇപ്പോൾ ഞങ്ങൾ ആ ഒരു സന്തോഷത്തിലും കൂടെ ആയിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കണതിൻ്റെ മുമ്പ് തന്നെ ചോറ് തീമിട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് പയറൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കിയിരുന്നത് എന്ന് പറഞ്ഞാൽ അപ്പവും അതേപോലെ തന്നെ കുറച്ച് പത്തിരിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ എന്തായാലും ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓല് പോയിട്ടുണ്ട്. പിന്നെ നാത്തൂനൊന്ന് വിരുന്ന് പോയിക്കണം കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഉണ്ടായപ്പോൾ നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നോമ്പ് തുറന്നിട്ടാണ് ഓൾ പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉമ്മയിലെ കലാപരിപാടികളാണ് കേട്ടോ ഇനി. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നപ്പോൾ ഒരുപാട് പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിറന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒരുക്കൂട്ടി വെച്ചിട്ട് ഒന്നാണ് മോറാന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും പെലച്ചക്കുള്ള കൂട്ടാനൊക്കെ ഇവിടെ ഓൾറെഡി വെച്ച് തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ ബീഫൊക്കെ ഉണ്ട്, അതും ചൂടാക്കി വെക്കണം. പിന്നെ അതേപോലെ സമൂസയും പൊക്കാടി ഉണ്ടാക്കിയിരുന്നു, അതും ബാക്കിയുണ്ട്. ഇതങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിയ നാളെ ഓവനിൽ വെച്ചിട്ടൊന്നും ചൂടാക്കിയ പിന്നെ നാളത്തെ കാര്യം കൂടെ അതിന്മേൽ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ പണിയെടുത്തിട്ട് വേണ്ട നമ്മൾ തന്നെ. പിന്നെ കറിയും ബാക്കിയുണ്ട്, ഇതുകൊണ്ട് തിളപ്പിച്ച് വെക്കാം. നാളെ ഒരു തട്ടിക്കൂട്ട് നോമ്പ് തുറ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുക കേട്ടോ. കുറച്ച് ബീഫ് കൊണ്ട് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ റോസ്റ്റ് ആക്കുകയും ചെയ്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയതൊക്കെ ഒരുവിധം ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചൂടാക്കി വെച്ചാൽ പിന്നെ കേടുവരില്ലല്ലോ. എന്തായാലും ഈ ബീഫൊക്കെ ഇനി ഒന്നും ചൂടാക്കി വെച്ചാൽ പെലച്ചക്കൊക്കെ വേണമെങ്കിൽ അതിനെടുത്തിട്ട് ഒന്നും ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യാം. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ ഫ്രിഡ്ജൊക്കെ വെച്ചാൽ നാളെ ഉപയോഗിക്കാമല്ലോ. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നേരെ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. പാത്രങ്ങൾ തന്നെ ഉണ്ട് ഒരുപാട് കഴുകാൻ. ഈ കണ്ണൊന്നല്ല, വേറെ ഉണ്ട് കുറേ മോറാനൊക്കെ. കുട്ടി പിന്നെ ഉമ്മാൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഉമ്മ കുട്ടീനെ നോക്കി അടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാളും കൂടി പണിയെടുക്കാൻ നിന്നാൽ കുട്ടീനെ നോക്കൽ നടക്കൂലല്ലോ വിചാരിച്ചിട്ട് ഞാൻ മോറാൻ നിന്നപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുക കേട്ടോ. ഈ നോമ്പായാലും പ്രശ്നം അതാ, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ബാക്കിയാവും. അപ്പോൾ ഇതൊക്കെ പാടെ കളയാന്ന് പറഞ്ഞാൽ അതൊരു ഇടങ്ങാറല്ലേ. അപ്പോൾ പരമാവധി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ചൂടാക്കി എടുത്തിട്ടൊക്കെ അങ്ങനെ പിന്നെ ഉപയോഗിക്കുക എന്നല്ലാതെ. അപ്പോൾ അത് കരുതിയിട്ട് കഴിഞ്ഞാൽ നാളേക്ക് പിന്നെ പറ്റുന്നിടത്തോളമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പരിപാടി കേട്ടോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ ഇവിടെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ചോറും തന്നെ നേരത്തെ തീമിട്ടതുകൊണ്ട് അത് നോമ്പ് തുറക്കുന്നപ്പത്തിന് ഊറ്റാനായി. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു തിരക്കും കൂടെ ഉണ്ടാവുമല്ലോ. പിന്നെ കഞ്ഞിയൊക്കെ വേണ്ടവർക്ക് പിന്നെ വേവുള്ള അരിയും കൂടെ ആകുമ്പോഴേ സമയത്തൊക്കെ കഞ്ഞി ആയി കിട്ടൂല. പിന്നെ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ ഫ്രൂട്ട്സും എണ്ണക്കടിയും വെള്ളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അപ്പം ഒന്നും തിന്നൂല കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് കിടക്കണതിൻ്റെ കുറച്ച് മുന്നായിട്ട് പിന്നെ ചിലപ്പോൾ ചായയും കടിയോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലുമൊക്കെ കുറച്ച് തിന്നിട്ടുണ്ട് കിടക്കലാണ് കേട്ടോ. അപ്പം തന്നെ എന്തായാലും തിന്നാലും അകപ്പാടിന് മയക്കാവുമല്ലോ. ഉമ്മയുടെ പയർ തോരൻ വെക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ കഴുകിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകട്ടെ എന്നും പറഞ്ഞിട്ട് ഉമ്മ പയർ കഴുകാം കേട്ടോ. അപ്പോൾ ഉമ്മയുടെ പയർ തോരൻ വെക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ അധികം പണികളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ മുരിങ്ങ താളിക്ക വേണ്ടത്. അപ്പോൾ അതിന് മുരിങ്ങയൊക്കെ പിന്നെ തലേ ദിവസം ഊരി വെച്ചത് കുറച്ചുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് മതിയല്ലോ. മുരിങ്ങ ഊരി വെച്ചത് ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് ആ ഒരു പണി ഇന്ന് ലാഭം കിട്ടിയിട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞങ്ങാണ്ട് തിണ്ടും ഇതിനെയൊക്കെ ഒന്ന് തുടച്ചിടട്ടെ വിചാരിച്ചിട്ട് പിന്നെ അതിന് നിന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരിക്കണ്. 2-3 ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. നാടൻ മാങ്ങ കാണുമ്പോഴേ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, കൊല്ലം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ പറയുന്നുണ്ട്. അപ്പം ഉമ്മ എന്തായാലും തോരനും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ അവിടെ ചേർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരുവിധം പണികളൊന്നും പെലച്ചക്കുള്ളത് മാറ്റി വെക്കൂല. ഈ ഉള്ളിയരിയലും ചിലപ്പോൾ താളിച്ചുകൊണ്ട് അങ്ങനെ വെക്കും. ഇലയൊക്കെ പെലച്ചക്ക് ഇട്ട് കൊടുക്കും, എന്നാൽ വേറും ചെയ്യൂല.
അപ്പം അങ്ങനെ ചെയ്യല കേട്ടോ. അപ്പോൾ എന്തായാലും മുരിങ്ങ താളിക്കാനുള്ള ഉള്ളിയാണ് ഇപ്പോൾ ഇവിടെ അരിഞ്ഞ് വെക്കണത് കേട്ടോ. അപ്പം നമ്മൾ പുളിശ്ശേരി ഇതിൽ വെച്ചാൽ മതി പറഞ്ഞിട്ട് ചെറിയൊരു മങ്കുടുക്കൊക്കെ കൊടുന്ന് വെച്ചിരിക്കണം. അപ്പം ഇനി അതിലാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത്. ഇനിയിപ്പോൾ മാങ്ങ ഇപ്പം എത്ര ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിലൊരു 3 മാങ്ങ ഉണ്ട്. ഇതിൽ കേടുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് നോക്കി നോക്കട്ടെ. അപ്പം അങ്ങനെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങയൊക്കെ ഒന്ന് തൊലി ചീന്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു 4 മാങ്ങ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോമ്പ് തുറക്കുമ്പോഴത്തേന് ഉണ്ടാക്കിയിരുന്ന ബീഫ് വരട്ടുന്ന കുറച്ച് ബീഫ് എടുത്തിട്ട് ഒന്നുണ്ട് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന രീതിയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ഉണ്ടാക്കലെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിട്ടോ. കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 1/2 മുറി തേങ്ങയോളം ഉണ്ടാവും കേട്ടോ. അതിൽക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രമേ ഉണ്ടാക്കണുള്ളൂ, കാരണം നോമ്പൊക്കെ അല്ലേ. അപ്പോൾ വെറുതെ ബാക്കിയായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരിഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതെന്തായാലും മാങ്ങയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. അപ്പോൾ ഈ മാങ്ങ ഒന്നുകൂടെ വേവാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ മാങ്ങയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഒന്ന് തിളച്ചിട്ട് ഓവറാവാനും പാടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും കേട്ടോ. തിള വരുന്നതോട് കൂടെ നിന്ന് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാങ്ങ എന്ന് പറയുന്നത് അത്യാവശ്യം മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പിൽ കുറവായിട്ട് കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട്. അതും കൂട്ടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയായിരുന്നു. പിന്നെ മുരിങ്ങ താളിക്കാനൊക്കെ ഉള്ളത് പിന്നെ പരിച്ച സമയത്ത് താളിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.